ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഏറ്റവും അനുഗ്രഹീതമായ ഉത്ഥാന പെരുന്നാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ പെരുന്നാൾ ഉത്ഥാന പെരുന്നാളാണ്. യേശു ഉത്ഥാനം ചെയ്തില്ലായിരുന്നു എന്ന് വരികിൽ യേശുവിൻ്റെ ജനനത്തിനോ യേശുവിൻ്റെ സഹനത്തിനോ കുരിശുമരണത്തിനോ അർത്ഥം ഉണ്ടാകുമായിരുന്നില്ല. പണ്ട് മുതൽ മനുഷ്യനേറ്റം ഭയപ്പെട്ടിരുന്ന യാഥാർത്ഥ്യം മരണമാണ്. മരണത്തെ ഭയപ്പെട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ജനതയോട്, ലോകത്തോട് യേശു നൽകുന്ന, യേശു പറയുന്ന സന്ദേശം ഇതാണ്: ഞാൻ മരണത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തതോടുകൂടി മനുഷ്യന്റെ ഭയം, മരണത്തെപ്പറ്റിയുള്ള ഭയം, മരിച്ചാൽ എന്താകും, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും, എനിക്ക് എന്ത് ലഭിക്കും, ഈ അസ്വസ്ഥത മനുഷ്യനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ യേശു തമ്പുരാൻ വളരെ ശക്തമായി ഉത്ഥാനം ചെയ്തുകൊണ്ട് അവിടുന്ന് പറയുകയാണ്: നിങ്ങൾക്ക് സമാധാനം. കല്ലറയ്ക്കോ മനുഷ്യന്റെ ചിന്താഗതിക്കോ യേശു എന്ന മഹാസത്യത്തെ കുഴിച്ചു മൂടുവാൻ സാധിച്ചില്ല. പീലാത്തോസ് യഹൂദരോട് പറയുന്നു: നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ കല്ലറ സൂക്ഷിച്ചു കൊള്ളുവീൻ. സർവ കഴിവുകളും സന്നാഹങ്ങളും ഉപയോഗിച്ച് യഹൂദജനം യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അതിന് കാവലേർപ്പെടുത്തി. എന്നാൽ സത്യത്തെയാണ് അവര് ചങ്ങലക്കിട്ടിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ യേശു ഉത്ഥാന പെരുന്നാളിൽ ചങ്ങല പൊട്ടിച്ച് എല്ലാ ബന്ധനങ്ങളെയും, പാപത്തെയും, രോഗത്തെയും, ലോകത്തെയും, പിശാചിനെയും തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉത്ഥാനം ചെയ്യുകയാണ്. അവൻ മഹത്വത്തോടുകൂടി ഉത്ഥാനം ചെയ്യുന്നു. ഇത് വലിയ സന്തോഷമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടിന്റെ മരണത്തിന്റെ നിഴലിൽ താഴ്വരയിൽ നടന്നിരുന്ന ജനം ഒരു പ്രകാശം കണ്ടത് യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനമാകുന്ന ആ മഹാപ്രകാശമാണ്. ലോകത്തിന് പ്രത്യാശ നൽകുന്നത് കർത്താവിന്റെ ഉത്ഥാനമാണ്. ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, പ്രതിസന്ധികൾക്കും, നിരാശയ്ക്കും, ഉത്തരമില്ലായ്മയ്ക്കും ഉത്തരം യേശുവിന്റെ പുനരുത്ഥാനമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്: ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അവിടെ പുനരുത്ഥാനവും ജീവനുമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടുന്ന് പറയുകയാണ്: ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പോൾ അവിടുന്ന് പുനരുത്ഥാനവും ജീവനുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് അരുളി ചെയ്യുന്നു: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നിങ്ങൾക്ക് നൽകുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. യേശുവിന്റെ സമാധാനം സർവയിടത്തും വ്യാപിക്കുന്ന, സകലത്തെയും ഉൾക്കൊള്ളുന്ന, സകലത്തെയും വിശുദ്ധീകരിക്കുന്ന, സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന സമാധാനമാണ് യേശുവിന്റെ സമാധാനം. രോഗികൾക്ക് വിടുതലാണ് യേശുവിന്റെ സമാധാനം. അന്ധന് കാഴ്ചയാണ് യേശുവിന്റെ പുനരുത്ഥാനം. യേശുവിന്റെ പുനരുത്ഥാനം
കടബാധ്യതകൾ ഇല്ലാതാക്കി തീർക്കുന്നതാണ്. യേശുവിന്റെ പ്രത്യാശ തകർച്ചയിലുള്ള ഉയർച്ചയാണ്. യേശുവിന് സമാധാനം വീഴ്ചയിൽ നിന്നുള്ള ഉയർച്ചയാണ്. ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ മനുഷ്യൻ യാത്ര ചെയ്താലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് തന്റെ ഉത്ഥാനത്തിലൂടെ പറയുന്നത്. ക്രിസ്മസിൽ നാം കേട്ട അതേ സന്ദേശം, യേശുവിനെ ബെത്ലഹേമില് പരിശുദ്ധ മറിയം അവന് ജന്മം നൽകി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 6-ാം അധ്യായത്തിൽ അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രന് ജന്മം നൽകി, ഈശോയ്ക്ക് ജന്മം നൽകി. ലോകത്തിലേക്ക് രക്ഷ കടന്നു വന്നു. ഈ രക്ഷ പൂർത്തിയായത് അവിടുത്തെ ഉത്ഥാനത്തോടു കൂടിയാണ്. ഉത്ഥാനത്തിന്റെ പ്രതീക്ഷ നമുക്കുണ്ടാകണം. ലൂക്കോസ് 2-ാം അധ്യായം, സുവിശേഷത്തിന്റെ 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ മാലാഖമാർ പാടുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാണ് ഉയർപ്പ്. ഇത് തന്നെ മാലാഖമാർ പാടിയ, ക്രിസ്മസിന് പാടിയ അതേ സന്ദേശത്തിന്റെ പൂർത്തീകരണമാണ്. സകല ജനതകൾക്കുമുള്ള സന്തോഷത്തിന്റെ സത്വാർത്തയാണ് ഉയർപ്പിന്റെ പെരുന്നാൾ. അപ്പോൾ നമ്മൾ നിരാശരായിരിക്കേണ്ടവരല്ല, പ്രത്യാശ നശിച്ചവരല്ല, പ്രത്യാശയുള്ളവരായി ഉണർവോട് കൂടെ സന്തോഷത്തോടുകൂടെ യേശുവിന് മഹത്വം പാടുവാൻ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്ന് എന്നെ നീ വീണ്ടെടുത്തതിനാൽ, നിന്റെ ഉത്ഥാന പെരുന്നാളിനാൽ എന്നെ അവിടുന്ന് വീണ്ടെടുത്തു രക്ഷിച്ചു. ഉത്ഥാന പെരുന്നാൾ യേശു സകലർക്കും തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. അവിടുന്ന് ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉത്ഥാനത്തിന്റെ സമാധാനം അവർക്ക് നൽകുകയാണ്. ആ സമാധാനം സ്വീകരിക്കുവാൻ നമുക്കും സാധിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവന്റെ ഉയർപ്പിലാണ് നമ്മുടെ വിശ്വാസം. മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ യേശു ഉയർത്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുന്ന പെരുന്നാളാണ് ഉത്ഥാന പെരുന്നാൾ. എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ഞാനും നീയും ഉയർക്കണമെന്ന് യേശു പറയുകയാണ്. ഞാൻ ഉയർത്തിട്ടുണ്ടെങ്കിൽ നിനക്കും ഉയർപ്പുണ്ട്. ഈ വലിയ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാം. മരണത്തെ അതുകൊണ്ട് ഭയപ്പെടേണ്ട, ലോകത്തെ ഭയപ്പെടേണ്ട, ജഡത്തെ ഭയപ്പെടേണ്ട. ഇതിനെല്ലാം കീഴ്പ്പെടുത്തി യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർപ്പിന്റെ പ്രത്യാശയിൽ നമുക്ക് ഏവർക്കും ജീവിക്കാം, ആനന്ദിക്കാം. പരസ്പരം ശുലോമോ മറ്റുള്ളവർക്ക് സമാധാനം കൊടുത്തുകൊണ്ട് ഉള്ളിൽ ഉയർപ്പിന്റെ സമാധാനം ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ.